ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ടു ലോവസ്റ്റ് ഫോം ഇഫ് പോസിബിൾ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ ഫ്രാക്ഷൻസ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 2/3 ഇൻറ്റു 2/3 ഇങ്ങനെ മിക്സ് ഫ്രാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2/3 ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 3 ഈസ് 6, 6 പ്ലസ് 2 ഈസ് 8/3. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 8/3 ഇൻറ്റു 3. 2 ഇൻറ്റു 8 ഈസ് 16, 3/3 ഈസ് 9. ഇത് നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ കട്ട് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് മിക്സ് ഫ്രാക്ഷനിലോട്ടാക്കി എഴുതാം കേട്ടോ. 16 divided by 9. 1 into 9 is 9. 16 minus 9 is 7. 1 7/9. എങ്ങനെയാണ് മിക്സ് ഫ്രാക്ഷനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നതെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നേയുള്ള വീഡിയോസൊക്കെ കണ്ടാലും മനസ്സിലാവും കേട്ടോ കൂട്ടുകാരെ. ഇതിൻ്റെ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടാൽ മതി. 2/7 ഇൻറ്റു 7/9. ഇങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും 7 ഉണ്ട് അല്ലേ? ഈ 2 7 നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം 2/9 എന്ന ആൻസർ എഴുതാം കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/8 ഇൻറ്റു 6/4. ഇവിടെ നമുക്ക് 6ഉം 4ഉം ഈവൺ നമ്പേഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് സിംപ്ലസ്റ്റ് ഫോമിലാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ 8ഉം 6ഉം കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 6ൽ 2 3 ടൈംസ്, 8ൽ 2 4 ടൈംസ്. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3/4 ഇൻറ്റു 4. 3 ഇൻറ്റു 3 ഈസ് 9. 4 ഇൻറ്റു 4 ഈസ് 16. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9/5 ഇൻറ്റു 3/5. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊന്നും കണ്ടില്ല അല്ലേ? കട്ട് ചെയ്യാനായിട്ടൊന്നും കാണുന്നില്ല ഇവിടെ. അപ്പോൾ നമുക്ക് 9 ഇൻറ്റു 3 27/5 ഇൻറ്റു 5 ഈസ് 25. ഇങ്ങനെ എഴുതി കൊടുക്കാം അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/3 ഇൻറ്റു 15/8. ഇതിൽ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ 3ഉം 15ഉം 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? നമുക്കത് രണ്ടും കൂടെ കട്ട് ചെയ്യാലോ. 15ൽ 3 5 ടൈംസ് ആണ്. 3ൽ 3 1 ടൈം. ഇനി 1 ഇൻറ്റു 5 ഈസ് 5. 1 ഇൻറ്റു 8 ഈസ് 8. 5/8 എന്നാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് 6th ക്വസ്റ്റ്യൻ നോക്കാം. 11/2 ഇൻറ്റു 3/10. 11 ഇൻറ്റു 3 ഈസ് 33/2 ഇൻറ്റു 10 ഈസ് 20. ഇത് സിംപ്ലസ്റ്റ് ഫോം ഒന്നും ആക്കാൻ പറ്റില്ല അല്ലേ? ഡിവിസിബിലിറ്റി റൂളൊക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരൊക്കെ കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ നമ്പേഴ്സ് കാണുമ്പോൾ സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ മനസ്സിലാവും. എല്ലാവരും കാണുമല്ലോ. ഇനി നമുക്ക് 7th വൺ നോക്കാം. 4/5 ഇൻറ്റു 12/7. ഇവിടെ നമുക്കൊന്നും കട്ട് ചെയ്ത് ചെറുതാക്കാനൊന്നും പറ്റില്ല. 12 ഇൻറ്റു 4 48 ആണ്. 5 ഇൻറ്റു 7 ഈസ് 35. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നതെല്ലാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കുന്നതാണ്. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോയെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.